അരുൺ, ഇപ്പോൾ 2 ആഴ്ചയായി VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ല, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടെ ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ? വിനീത, ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നിപ്പോൾ നാളെ ആകുമ്പോൾ 2 ആഴ്ച പൂർത്തിയാവുകയാണ്. അപ്പോൾ നിലവിൽ ഇന്നലെയും വന്ന ബുള്ളറ്റിൽ നിന്ന് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും കൈവരിച്ചിട്ടില്ല, മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനൊക്കെയും വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ അദ്ദേഹത്തിന് ആദ്യം ഒരു 72 മണിക്കൂർ ഡയാലിസിസ് നൽകിയിരുന്നു. ആ ഡയാലിസിസ് പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ഡയാലിസിസ് ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടാകുന്നു. രക്തസമ്മർദ്ദം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് മരുന്നുകൾ നൽകി രക്തസമ്മർദ്ദം ഒരു സാധാരണ നിലയിലെത്തിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഈ ഡയാലിസിസ് പുനരാരംഭിച്ചത്. ഡയാലിസിസ് പുനരാരംഭിച്ചപ്പോൾ തന്നെ കുടുംബം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ മരുന്നുകളോട്, ആൻറ്റിബയോട്ടിക്കുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അണുബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായി ഇപ്പോൾ നൽകി വരികയാണ്. മെഡിക്കൽ കോളേജിലെ 7 അംഗ സംഘം അടങ്ങുന്ന ഡോക്ടർമാർ കൂടി ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥയൊക്കെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി വരികയാണ് ഈ മെഡിക്കൽ സംഘം. കുടുംബം ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ച പിന്നിടുമ്പോൾ ഇതിൽ പ്രധാനമായും ഇനി ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്ന ഡയാലിസിസ് പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ളൊരു പുരോഗതി കൈവരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മെഡിക്കൽ സംഘവും. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം തന്നെ വെന്റിലേറ്റർ ഒന്ന് മാറ്റി നോക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. കാരണം അദ്ദേഹത്തിന് സ്വമേധയാൽ ശ്വാസമെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഡോക്ടർമാർ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ശ്വാസം എടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത്. അതെന്തായാലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. എന്തായാലും VS പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മടങ്ങി വരട്ടെ എന്ന് തന്നെയാണ് കേരളത്തിലെ ഒന്നടങ്കം മനുഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ അണികളും പാർട്ടിക്കാരും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ പ്രതീക്ഷ വെക്കുന്നത്. വിനീത.